എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുപമ, സുഹോ ബുക്സിൻ്റെ പ്രൊഡക്റ്റ് എക്സ്പേർട്ടാണ്. ഇന്ന് അക്കൗണ്ട്സ് പേയബിൾ ഓട്ടോമേഷൻ മൊഡ്യൂൾ വെബിനാറിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സ് പേയബിളിനെ പറ്റിയാണ്. അക്കൗണ്ട്സ് പേയബിൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്നും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട് അതെന്താണെന്നും പിന്നെ കുറച്ച് ഇൻറ്റഗ്രേഷൻസും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സ് പേയബിൾ മൊഡ്യൂളിനെ പറ്റിയിട്ടാണ്. സോ അക്കൗണ്ട്സ് പേയബിൾ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കും കാരണമായ ഒരു പ്രധാന ഭാഗമാണ്. ഇത് സഹായിക്കുന്നത് വെൻഡർ ബിൽസ് ആക്യുറേറ്റ് ആയി റെക്കോർഡ് ചെയ്യാനും ഡ്യൂ ഡേറ്റ്സ് മിസ് ആവാതെ രീതിയിൽ പേയ്മെൻറ്റ്സ് സെറ്റിൽ ചെയ്യാനുമാണ്. മാത്രമല്ല ക്യാഷ് ഫ്ലോ നന്നായി കൺട്രോൾ ചെയ്യാനും കൂടി ഇത് സഹായിക്കും. അക്കൗണ്ട്സ് പേയബിൾ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാനുവൽ എറേഴ്സ് കുറയ്ക്കാനും ഓഡിറ്റ് റെഡിനെസ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ വെൻഡർ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. ലോങ് ടേമിൽ ഇതൊരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് എഫിഷ്യൻസി ആൻഡ് കോംപ്ലയൻസ് എൻഷുർ ചെയ്യും ഒരു വലിയ പങ്ക് വഹിക്കുകയും ചെയ്യും. സോ നമുക്ക് ഇന്നത്തെ എജൻഡ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് അക്കൗണ്ട്സ് പേയബിൾ എന്നത് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ പർച്ചേസ് മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ നോക്കും. അതിൽ നമ്മൾ വെൻഡർ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നും ട്രാൻസാക്ഷൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നും ഈ ട്രാൻസാക്ഷൻസിൻ്റെ പേയ്മെൻറ്റ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈസി മെത്തേഡ്സ് ആയിട്ട് നമ്മുടെ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻസ് എന്താണെന്നും നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് എങ്ങനെ നന്നായിട്ട് സുഹോ ബുക്സിൽ മാനേജ് ചെയ്യണമെന്ന് നോക്കും. പിന്നെ നമ്മൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ഒരു ആഡ് ഓൺ ഫീച്ചറാണ് ബിൽ പേ ആഡ് ഓൺ. അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കും. അതിൻ്റെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. എല്ലാ ഫീച്ചറിനെയും പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. നെക്സ്റ്റ് നമ്മൾ എഗെയിൻ ഒരു ലേറ്റസ്റ്റ് ഇൻറ്റഗ്രേഷൻ ആയിട്ടുള്ള ഭാരത് കണക്ട് സൊല്യൂഷനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കും. ലാസ്റ്റ് നമുക്കൊരു റീക്യാപ്പ് സെഷനും ഒരു Q&A സെഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ എന്താണ് അക്കൗണ്ട്സ് പേയബിൾ? അക്കൗണ്ട്സ് പേയബിൾ എന്നത് ഒരു ബിസിനസ്സിൻ്റെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സിനെ അവർ ക്രെഡിറ്റിൽ തന്നിട്ടുള്ള ഗുഡ്സ് ഓർ സർവീസസ് വേണ്ടി കൃത്യമായി കൊടുക്കാനുള്ള പണമാണ്. ഇത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഷോർട്ട് ടേം ലയബിലിറ്റി ആയി കാണാൻ കഴിയും. സോ സുഹോ ബുക്സിൽ നമ്മൾ ബിൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് പേയബിൾ കൂടുകയും ആൻഡ് അതിൻ്റെ പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് പേയബിൾ കുറയുകയും ചെയ്യും. ഈ അക്കൗണ്ട്സ് പേയബിൾ നമുക്ക് സുഹോ ബുക്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സുഹോ ബുക്സിൽ പർച്ചേസ് മൊഡ്യൂൾ യൂസ് ചെയ്യാൻ കഴിയും. സോ പർച്ചേസ് മൊഡ്യൂളിൽ ബിസിനസ്സിൻ്റെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, പർച്ചേസ് ഓർഡർ സെൻഡ് ചെയ്യാം, ബിൽസ് ട്രാക്ക് ചെയ്യാം, പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യാം. ഓൾസോ ഡാമേജ് ഗുഡ്സ് റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനും വെൻഡർ ക്രെഡിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ബിസിനസ്സിൻ്റെ പർച്ചേസസ് നന്നായി മോണിറ്റർ ചെയ്യാനും വെൻഡേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. ഇനി ഈ എല്ലാ ടൈപ്പിലെ ബിസിനസ്സിനും പർച്ചേസ് മൊഡ്യൂളിലെ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ സുഹോ ബുക്സിൽ സെറ്റിങ്സിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സിന് പ്രകാരം വേണമെന്ന ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാനും ബാക്കി ഫീച്ചേഴ്സ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുഹോ ബുക്സിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് സെറ്റിങ്സിൽ പ്രിഫറൻസസിൻ്റെ അടിയിൽ ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് പർച്ചേസസിൻ്റെ അടിയിൽ വരുന്ന ഫീച്ചേഴ്സാണ് പർച്ചേസ് ഓർഡർ, അത് നമുക്ക് എനേബിൾ ചെയ്യാം. റെക്കറിംഗ് ബിൽസ് എനേബിൾ ചെയ്യാം, റെക്കറിംഗ് എക്സ്പെൻസസും എനേബിൾ ചെയ്യാം. സോ ഈ ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ എനേബിൾ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പർച്ചേസ് മൊഡ്യൂളിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫീച്ചേഴ്സ് ഇവിടെ എനേബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് സുഹോ ബുക്സിലെ ഫസ്റ്റ് തന്നെ ഈ ഒരു എങ്ങനെയാണ് പർച്ചേസ് മൊഡ്യൂൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ വെച്ചത് മനസ്സിലാക്കാം. ലെറ്റ്സ് സേ നമുക്കൊരു ക്ലോത്തിങ് ബിസിനസ്സാണ് ഉള്ളത്. നമ്മൾ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്നത് പല വെൻഡേഴ്സിൽ നിന്നുമാണ്. ഈ കേസിൽ ആദ്യം നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുന്ന എല്ലാ വെൻഡേഴ്സിനെയും സുഹോ ബുക്സിൽ ആഡ് ചെയ്യണം. സോ സുഹോ ബുക്സിൽ നമുക്ക് വെൻഡേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷനാണ് ഉള്ളത്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വെൻഡേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് വേറെ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് സുഹോ ബുക്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ 1 by 1 സുഹോ ബുക്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക്കാണ്.
അതുകൊണ്ട് തന്നെ ഈ എക്സിസ്റ്റിംഗ് വെൻഡേഴ്സിനെ ബൾക്കായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സോഹോ ബുക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ വെൻഡർ മൊഡ്യൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 by 1 ഒരു പുതിയ വെൻഡേഴ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും. അവരെ നമുക്ക് ഡയറക്റ്റ്ലി ന്യൂവിൽ പോയിട്ട് നമുക്ക് വെൻഡറിനെ 1 by 1 ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ക്ലോത്തിങ് ബിസിനസ് പോലെയുള്ള ഒരു കോമൺ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ വെൻഡേഴ്സ് ഹോൾസെയിലായി മെറ്റീരിയൽസ് വിൽക്കുന്ന സാധാരണ ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ വെൻഡേഴ്സിന് സെയിം പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി സോഹോ ബുക്സിൽ സെയിം പേരുള്ള മൾട്ടിപ്പിൾ വെൻഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ ഇവിടെ തന്നെ 3 ഡോട്ട് ഓപ്ഷനിൽ പ്രിഫറൻസസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെൻഡേഴ്സിൻ്റെ പ്രിഫറൻസസ് ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ അലൗ ഡ്യൂപ്ലിക്കേറ്റ് ഫോർ കസ്റ്റമേഴ്സ് ആൻഡ് വെൻഡർ ഡിസ്പ്ലേ നെയിം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വെൻഡേഴ്സിന് സെയിം നെയിം വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ സെയിം നെയിമുള്ള മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ അവരുടെ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വെൻഡേഴ്സിനും ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെൻഡർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെൻഡർ നമ്പേഴ്സ് എനേബിൾ ചെയ്യാൻ സാധിക്കും. വെൻഡേഴ്സിന് ഈച്ച് വെൻഡറിന് ഒരു നമ്പർ, ഒരു പർട്ടിക്കുലർ നമ്പർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് വെച്ചിട്ട് നമുക്ക് അതിനുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും. ഓൾസോ വൺസ് നമ്മൾ ഈ വെൻഡർ നമ്പർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് വെൻഡർ ക്രിയേഷനിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ്, എന്തൊക്കെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഫീൽഡ്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ നെയിമും വെൻഡറിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി ഇതിലും നമ്മുടെ സോഹോ ബുക്സ് ഒരു GST കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള വെൻഡേഴ്സിനെ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളിവിടെ GST ട്രീറ്റ്മെൻറ്റ് രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ കൊടുത്തിട്ട് GST നമ്പർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഗെറ്റ് ടാക്സ് പേയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെൻഡേഴ്സിൻ്റെ GST പോർട്ടലിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോ ഫിൽ ആവും. അപ്പോൾ നമുക്ക് മാനുവലി ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഇൻ കേസ് നിങ്ങളുടെ വെൻഡേഴ്സ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് അൺരജിസ്റ്റേർഡ് എന്നുള്ള GST ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്കിവിടെ ഫില്ല് ചെയ്യാം ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇനി തേർഡ് ഒരു ഓപ്ഷനായിട്ട് ഇപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ കേസിൽ നമുക്ക് GST ട്രീറ്റ്മെൻറ്റ് ഓവർസീസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓവർസീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കറൻസി മാറ്റാൻ കഴിയും. ഇപ്പോൾ ദുബായിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് UAE ദിർഹംസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ആ കറൻസി കൊടുക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ വെൻഡറിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ആ പർട്ടിക്കുലർ കറൻസിയിലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇൻ കേസ് ഈ പർട്ടിക്കുലർ വെൻഡറിന് ഓൾറെഡി പേയബിൾസ് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ആ പർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് TDS കൊടുക്കാനും പേയ്മെൻറ്റ് ടേംസ് കൊടുക്കാനും ഒക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതല്ലാതെ നമുക്കിവിടെ മെയിനായിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എനേബിൾ പോർട്ടലാണ്. സോ നമ്മൾ ഇവിടെ എനേബിൾ പോർട്ടൽ അലൗ പോർട്ടൽ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ലിങ്ക് പോവും, ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് പോവും നിങ്ങളുടെ വെൻഡേഴ്സിന്. അപ്പോൾ ആ ഇൻവിറ്റേഷൻ ലിങ്ക് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അവർക്ക് വെൻഡർ പോർട്ടലിൻ്റെ ഒരു ഓപ്ഷൻ വരും. സോ ഇതാണ് നമ്മുടെ വെൻഡർ പോർട്ടൽ. വൺസ് അവരുടെ ലിങ്ക് ആ പർട്ടിക്കുലർ ഇൻവിറ്റേഷൻ ലിങ്ക് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഇങ്ങനെ ഈ എല്ലാ ഡീറ്റെയിൽസും ബാലൻസ് സമ്മറിയും ലാസ്റ്റ് പേയ്മെൻറ്റ് റിസീവ് ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇൻ കേസ് അവർ പർച്ചേസ് ഓർഡേഴ്സ് നമ്മൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെൻഡേഴ്സിന് ഇവിടുന്ന് തന്നെ അത് കാണാനും അത് ആക്സെപ്റ്റ് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ അവർക്ക് ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്ത ഇൻവോയ്സസ് കാണാൻ സാധിക്കും, പേയ്മെൻറ്റ്സ് റിസീവ്ഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ കേസ് ഈ പർട്ടിക്കുലർ വെൻഡറിന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് റേഞ്ച് അല്ലെങ്കിൽ മന്ത് എൻഡ് ആകുമ്പോൾ അവർക്ക് നമ്മളായിട്ട് നടത്തിയിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് തന്നെ ഡേറ്റ് റേഞ്ച് കൊടുത്തിട്ട് അവർക്ക് ഈ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇതാണ് വെൻഡർ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇവിടുന്ന് തന്നെ അവർക്ക് വെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് കാണാനും അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. സോ ഇത് നമ്മുടെയും വെൻഡറിൻ്റെയും വർക്കിംഗ് പ്രൊസീജിയർ ഈസി ആക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട്. കാരണം അവർക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഡയറക്റ്റ്ലി വെൻഡർ പോർട്ടലിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും.
നെക്സ്റ്റ് ഇതിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഗെയിൻ അഡ്രസ്സ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, കോൺടാക്ട് പേഴ്സൺസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് വെൻഡേഴ്സിൻ്റെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു സെറ്റ് ഓഫ് ജനറിക് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഓരോ ബിസിനസ്സിനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലോത്തിങ് ബിസിനസ് തന്നെ എടുത്താൽ നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമുക്ക് വാങ്ങേണ്ടതെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു കസ്റ്റം ഫീൽഡ് നമുക്ക് സെറ്റിങ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഡീറ്റെയിൽസ് ഫില്ലിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ഫീൽഡ്സ് വേണമെങ്കിലും നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ക്രിയേഷൻ പേജിൽ വരുന്ന ഓപ്ഷൻസ്. വൺസ് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എല്ലാ വെൻഡേഴ്സിനും ലിസ്റ്റഡ് ആയിട്ട് കാണിക്കും. ആ ലിസ്റ്റ് വെൻഡറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓവർവ്യൂ പേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഓവർവ്യൂ പേജിൽ നമുക്ക് എഗെയിൻ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത വെൻഡറിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസും പിന്നെ അവരുടെ കോൺടാക്ട് പേഴ്സൺ ഡീറ്റെയിൽസും അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അതല്ല നമുക്ക് ഈ പർട്ടിക്കുലർ വെൻഡറിനെ ഇപ്പോൾ മൾട്ടിപ്പിൾ GSTINs ഉണ്ട്, മൾട്ടിപ്പിൾ സ്റ്റേറ്റിലുള്ള ബ്രാഞ്ചസിന് മൾട്ടിപ്പിൾ GSTINs ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ എല്ലാ ബ്രാഞ്ചസായിട്ടും നമുക്ക് ബിസിനസ് നടത്തേണ്ട വരികയാണെങ്കിൽ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനും അത് അഡ്രസ്സായിട്ട് അസോസിയേറ്റ് ചെയ്യാനും കഴിയും. ഇതല്ലാതെ നമുക്ക് വെൻഡേഴ്സിൽ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് ലിങ്ക് ടു കസ്റ്റമർ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു നമ്മൾ ക്ലോത്തിങ് സർവീസാണ് കൊടുക്കുന്നത്. നമ്മളുടെ ഒരു വെൻഡർ ഉണ്ട്, ആ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ടിങ് സർവീസാണ് മേടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ക്ലോത്തിങ് സർവീസസ് ആ പർട്ടിക്കുലർ വെൻഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ആ പർട്ടിക്കുലർ കോൺടാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെൻഡറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, കസ്റ്റമറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ആ കേസിൽ ഇത് നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലിങ്ക് ടു കസ്റ്റമർ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ വെൻഡറും കസ്റ്റമറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ലിങ്ക് ചെയ്യാനും അവരുടെ ട്രാൻസാക്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് നമുക്കിവിടെ വരുന്ന ഒരു മേജർ ഓപ്ഷൻ എന്ന് പറയുന്നത് മേർജ് വെൻഡേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വെൻഡർ ഉണ്ട്, ആ വെൻഡറിന് തന്നെ പല ബ്രാഞ്ചസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ അവർ സെപ്പറേറ്റ് വെൻഡേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അവരെ ഒറ്റ വെൻഡറായിട്ടാണ് നിങ്ങൾക്ക് അവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആ കേസിൽ നമുക്ക് വെൻഡേഴ്സിനെ മേർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഇൻ കേസ് നമ്മൾ വെൻഡറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരായിട്ട് ബിസിനസ് നടത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാരണം അവരായിട്ടുള്ള ബിസിനസ് നിങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ ഇനി അവരെ നമുക്ക് ഈ സോഹോ ബുക്സിൽ ആവശ്യമില്ല, ഇവിടെ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ മാർക്ക് ആസ് ഇനാക്റ്റീവ് ചെയ്തിട്ട് അവരെ ഇനാക്റ്റീവ് വെൻഡറാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. അതല്ലാതെ നമുക്ക് എഗെയിൻ ഇവിടെ നമുക്ക് നമ്മുടെ വെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വെൻഡറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ പേയ്മെൻറ്റ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ഇൻ കേസ് ഇനി ഒരു പർട്ടിക്കുലർ ഡേറ്റ് റേഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ് റേഞ്ച് കൊടുത്തിട്ട് ഇവരെ എക്സ്പോർട്ട് ചെയ്യാനും PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണ കുറച്ച് ഫീച്ചേഴ്സും ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിപ്പോൾ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ആ പർട്ടിക്കുലർ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഐറ്റം മേടിക്കണം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, അത് എത്ര എണ്ണം വേണം, അത് എത്ര റേറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ആഡ് ആക്കി ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ വെൻഡേഴ്സിന് സെൻഡ് ചെയ്യും. അതാണ് പർച്ചേസ് ഓർഡർ. സോ പർച്ചേസ് ഓർഡറും നമുക്ക് സോഹോ ബുക്സിൽ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 1 by 1 ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വെൻഡറിന് വേണ്ടിയിട്ടാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ആ വെൻഡറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ അഡ്രസ്സും അവരുടെ GST ട്രീറ്റ്മെൻറ്റ് GST നമ്പർ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫെച്ചും. ഇനി ഇവിടെ വരുന്ന മേജർ ആയിട്ടുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഡെലിവറി അഡ്രസ്സാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പല ടൈപ്പ് ഓഫ് സാധനങ്ങളായിരിക്കും മേടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ക്ലോത്തിങ് ബിസിനസ് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് മേടിച്ചിട്ട് നമ്മൾ വെയർ ഹൗസിൽ കൊടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് സെല് ചെയ്യണത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഡെലിവറി അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയർ ഹൗസ് ആയിരിക്കും. ചില കേസിൽ നമ്മൾ മേടിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു സാരി ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റാണ്. ആ കേസിൽ നമുക്ക് എഗെയിൻ വെയർ ഹൗസിൽ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് നമുക്കത് കസ്റ്റമർക്ക് സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കേസിൽ ഡെലിവറി അഡ്രസ്സ് ആയിട്ട് കസ്റ്റമറിൻ്റെ അഡ്രസ്സ് കൊടുക്കാനും കസ്റ്റമറിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്.
ഇനി ഇവിടെ അതല്ലാതെ നമുക്ക് പർച്ചേസ് ഓർഡർ നമ്പർ കൊടുക്കാം, പിന്നെ ഡേറ്റ് കൊടുക്കാം, പേയ്മെൻറ്റ് ടേം കൊടുക്കാം, അതുപോലത്തെ പല ഡീറ്റെയിൽസ് കൊടുക്കാം. അതിന് താഴെയാണ് നമുക്ക് ഐറ്റം ടേബിൾ വരുന്നത്. ഐറ്റം ടേബിളിൽ നമുക്ക് ഐറ്റം ഡീറ്റെയിൽസ് കൊടുക്കാം, അക്കൗണ്ട് കൊടുക്കാം, ക്വാണ്ടിറ്റി കൊടുക്കാം, റേറ്റ് കൊടുക്കാം, ടാക്സ് കൊടുക്കാം, ആൻഡ് ഫൈനലി എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ആയിട്ട് വരും. ഇവിടെ പിന്നെ മെയിനായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാണിക്കണമെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ ലെവലിലാണ് ഫുൾ ഐറ്റംസിന് ഒറ്റൊരു ഡിസ്കൗണ്ട് കൊടുക്കാൻ ആണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ലെവൽ ഡിസ്കൗണ്ട് കൊടുക്കാം. അല്ല ഒരു പർട്ടിക്കുലർ ഐറ്റമിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഐറ്റം ലെവൽ ഡിസ്കൗണ്ടിൽ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കോളം വരും, ആ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് പർച്ചേസ് ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ സേവ് ആസ് ഡ്രാഫ്റ്റ് ചെയ്യാം, അല്ല നമ്മൾ അപ്രൂവൽസ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സേവ് ആൻഡ് സബ്മിറ്റ് എന്നും കൊടുക്കാം. അല്ല നിങ്ങൾ തന്നെയാണ് അപ്രൂവർ എന്ന് വെച്ചാൽ നമുക്ക് സേവ് ആൻഡ് അപ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൊടുക്കാം. സോ എഗെയിൻ നമ്മൾ വൺസ് നമ്മുടെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസും അതിൻ്റെ PDF ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻ കേസ് നമ്മൾ ഡ്രാഫ്റ്റ് ആണ് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ ഉണ്ട്. അതുപോലെ നമ്മൾ വൺസ് അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. കൺവേർട്ട് ടു ബിൽ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് കിട്ടും. ഇൻ കേസ് നമ്മളിപ്പോൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത് ഒരു 10 ഐറ്റംസിനായിരിക്കും. അത് വെൻഡറിന് കൊടുത്തു, വെൻഡർ കൺഫേം ചെയ്തു, അതിലത്തെ 8 ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ 2 ഐറ്റംസ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ആ കേസിൽ നമുക്ക് നമ്മുടെ ബില്ലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് 8 ഐറ്റംസ് മാത്രമായിരിക്കും. ബാക്കി 2 ഐറ്റംസ് അപ്പോഴും പർച്ചേസ് ഓർഡറിൽ പെൻഡിങ് ആയിട്ട് കിടക്കുമായിരിക്കും. ആ കേസിലാണ് നമ്മൾ ഇവിടെ ക്യാൻസൽ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സോ ക്യാൻസൽ ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ ക്യാൻസൽ ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസലായിട്ട് ബാക്കിയുള്ള ഐറ്റംസ് മാത്രമായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ബില്ലായിട്ട്. എന്നിട്ട് അത് ഈ പർട്ടിക്കുലർ പർച്ചേസ് ഓർഡർ ക്ലോസ് ചെയ്യാനും സാധിക്കും. സോ വൺസ് നമ്മൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷനാണ് കൺവേർട്ട് ടു ബിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റിസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് റിസീവ്? ഈ പർച്ചേസ് റിസീവ് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങളുടെ എലീറ്റ് പ്ലാനിൽ കൊടുക്കുന്ന ഒരു അഡ്വാൻസ് ഫീച്ചറാണ്. സോ ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ നിന്ന് നമുക്ക് എഗെയിൻ ഈ ജനറലിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എനേബിൾ ഇൻവെൻട്രി ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഫീച്ചറാണ് പർച്ചേസ് റിസീവ്. ഇത് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ റിസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ പർച്ചേസ് റിസീവ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇത് വെച്ച് നമുക്ക് വെൻഡേഴ്സ് ഓൾറെഡി ഡെലിവർ ചെയ്ത ഐറ്റംസിനെയും അല്ലെങ്കിൽ ഇനി ഡെലിവർ ചെയ്യാനുള്ള ഐറ്റംസിൻ്റെയും ഒരു ട്രാക്ക് വയ്ക്കാൻ സഹായിക്കും. ഇത് നമുക്ക് ഇൻ കേസ് നമ്മൾ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി നമുക്ക് ഈ പർച്ചേസ് ഓർഡർ ബില്ലായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിസീവായിട്ട് കൺവേർട്ട് ആവാം. റിസീവായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് റിസീവിന് വേണ്ടിയിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ റിസീവിൽ നമുക്കിവിടെ ഈ പർട്ടിക്കുലർ ഓൾ റിസീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൻ്റെ അടിയിൽ എല്ലാ റിസീവ്ഡ് ഐറ്റംസും നമുക്ക് എല്ലാ റിസീവ് പർച്ചേസ് ഓർഡേഴ്സും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി പർച്ചേസ് റിസീവ് ക്രിയേറ്റ് ചെയ്യുമ്പം എഗെയിൻ നമുക്ക് പർച്ചേസ് ഓർഡർ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് സേവ് ആസ് റിസീവ്ഡ്, നമ്മൾ ഓൾറെഡി ആ പർട്ടിക്കുലർ ഐറ്റം നമ്മുടെ വെയർ ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേവ് ആസ് റിസീവ്ഡ് കൊടുക്കാം. അല്ല അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാൻസിറ്റിലാണെങ്കിൽ സേവ് ആസ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ പർച്ചേസ് ഓർഡറിനെ ഡയറക്റ്റ്ലി ബില്ലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ബില്ലാണ് നമ്മുടെ പർച്ചേസ് മൊഡ്യൂളിൽ മേജറായിട്ട് വരുന്ന ഒരു ഫീച്ചർ. ഈ പർട്ടിക്കുലർ ബില്ല് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റോക്കിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആവുള്ളൂ. സോ ബില്ലിൽ എഗെയിൻ നമുക്ക് ഇവിടെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ അത് മാനുവൽ ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബിൽസിൻ്റെ നിങ്ങൾ വെൻഡേഴ്സ് തന്ന ബിൽസിൻ്റെ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് എഗെയിൻ മാനുവലി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് പർച്ചേസ് ഓർഡറിന് നമ്മൾ ഡയറക്റ്റ് ബില്ല് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒന്നും ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഐറ്റംസ് മാത്രം നോക്കിയിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് ബില്ലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇൻ കേസ് നമ്മളൊരു ന്യൂ ബില്ല് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ നമ്മൾ വെൻഡറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് മെയിൻ വെൻഡർ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ആവും. അതല്ലാതെ നമുക്ക് ബില്ലിൽ വരുന്നത് ബിൽ നമ്പറും ബിൽ ഡേറ്റും ആണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്.
ഇനി ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബില്ല് ക്രിയേറ്റ് ചെയ്തത് മേ ബി 10th of October ആണ്. പക്ഷെ നമുക്ക് ഈ ബില്ലിലത്തെ എമൗണ്ട് ഒക്കെ നമുക്ക് റിപ്പോർട്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് മേ ബി 20th of October അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലായിരിക്കും നമുക്കിത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കേസിൽ നമുക്ക് ഏത് ഡേറ്റിലാണ് റിപ്പോർട്ട്സിലും ഡീറ്റെയിൽസിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ആ ഡേറ്റ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ആ ഡേറ്റ് ആയിരിക്കും ബില്ലിൻ്റെ റിപ്പോർട്ട്സ് ജനറേറ്റ് ആവുന്നത്. നെക്സ്റ്റ് അഗെയിൻ ഇവിടെ നമുക്ക് ഐറ്റം ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബില്ലിൽ TDSഉം TCSഉം അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ TDS നമുക്ക് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അഗെയിൻ ഇത് എനേബിൾ ചെയ്തിട്ട് നമുക്കിവിടെ ഏതാണ് നമ്മുടെ TDS സെക്ഷൻ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല നമുക്കിപ്പോൾ ഒരു പുതിയ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാനേജ് TDSൽ പോയിട്ട് ന്യൂ TDS ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻ കേസ് എക്സിസ്റ്റിംഗ് TDS നമുക്ക് എഡിറ്റ് ചെയ്യണം, അതിൽ എന്തെങ്കിലും റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്കിവിടെ റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. TDS പേയബിൾ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ സെയിം തന്നെ TCSനും ആപ്ലിക്കബിൾ ആണ്. TCSഉം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. TCS ഏതാണെന്ന് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. സോ വൺസ് നമ്മൾ ബില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ ഇവിടെയും നമുക്ക് അപ്രൂവൽ ബേസിസ് ആണെങ്കിൽ നമുക്കിവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവലും അല്ലെങ്കിൽ സേവ് ആൻഡ് അപ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. വൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമ്മുടെ ബിൽ ലിസ്റ്റഡ് പേജിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് അഗെയിൻ നമുക്ക് MSME രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിൽസ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു വ്യൂ ഉണ്ട്. MSME വെൻഡർ ബിൽസ് പെയ്ഡ് ഫോർ 40+ ഡേയ്സ്, അൺപെയ്ഡ് ഫോർ 40+ ഡേയ്സ്. അപ്പോൾ ഇൻ കേസ് ഒരു ബില്ല് MSME രജിസ്റ്റേർഡ് വെൻഡറിൻ്റെ ഒരു ബില്ല് 40+ ഡേയ്സ് ആയിട്ടും പെയ്ഡ് ആയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഈ പർട്ടിക്കുലർ വ്യൂവിൻ്റെ അണ്ടറിൽ കാണാൻ സാധിക്കും. ഇനി ബില്ലിൽ വരുന്ന മേജർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ലാൻഡഡ് കോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാണ്. ആ ഐറ്റം നിങ്ങളുടെ വെയർ ഹൗസിൽ എത്തിക്കണത് വരെ നിങ്ങൾക്ക് വേറെ കുറേ ചാർജസ് വരാം. മേ ബി ഷിപ്പിംഗ് ചാർജസ് വരാം, അല്ലെങ്കിൽ ലേബർ ചാർജസ് വരാം. അങ്ങനെ പല തരത്തിലുള്ള ചാർജസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ചാർജസ് ഒക്കെ ഇല്ലാതെ നമ്മൾ ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐറ്റം നമ്മൾ കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 10 rupees ആയിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ചാർജസ് വന്ന എക്സ്ട്രാ റുപ്പീസ് 5 rupees ആയിരിക്കും. ഇനി നിങ്ങൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 15 rupeesന് ഇൻവോയ്സ് ആ പർട്ടിക്കുലർ ഐറ്റം സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ആവുന്നത്. പക്ഷേ നിങ്ങൾക്ക് 10 rupeesൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല കാണുന്നത്. ബിക്കോസ് നമ്മൾ അതിൻ്റെ മുകളിൽ എഗെയിൻ 5 rupees നമ്മൾ അതിൻ്റെ മുകളിൽ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 rupeesഉം കൂടി നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അലോക്കേറ്റ് ലാൻഡഡ് കോസ്റ്റ്. നമ്മൾ ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ അലോക്കേറ്റ് ലാൻഡഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി വെൻഡറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് വെൻഡറിൻ്റെ ലാൻഡഡ് കോസ്റ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഐറ്റംസിൽ നമുക്ക് ലാൻഡഡ് കോസ്റ്റ് അസോസിയേറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി ലാൻഡഡ് കോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂ ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യണ സമയത്ത് തന്നെ അതിൻ്റെ പകരം ആഡ് ലാൻഡഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലാൻഡഡ് കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ സെയിം ബില്ലിൽ തന്നെ നമുക്ക് ലാൻഡഡ് കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വെൻഡറാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജസും ലേബർ ചാർജസും ഒക്കെ തരുന്നതെന്ന് വെച്ചാൽ വേറെ വെൻഡറിൻ്റെ പേരിൽ നമുക്ക് ലാൻഡഡ് കോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓവർസീസ് ബിൽസ് ആണ്. അപ്പോൾ ഓവർസീസ് ബിൽസിൽ നമുക്ക് എന്താ വരികയെന്ന് വെച്ചാൽ ബില്ല് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ ഇവിടെ നാട്ടിൽ ആ പർട്ടിക്കുലർ ഐറ്റം എത്തുമ്പോൾ അതിന് കസ്റ്റം ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും, മേ ബി ടാക്സസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബില്ലിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് ബിൽ ഓഫ് എൻട്രിയിലാണ് ഇത് അസോസിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഓവർസീസ് വെൻഡറിന് ബില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ബില്ലിൻ്റെ ബിൽ ഓഫ് എൻട്രി നമ്പർ കൊടുക്കാം, പോർട്ട് കോഡ് കൊടുക്കാം, ഡേറ്റ് കൊടുക്കാം, ആ പേയ്മെൻറ്റ് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് ആ അക്കൗണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് ആ ബില്ലിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ആ ഐറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും എമൗണ്ട് ആ പർട്ടിക്കുലർ ബില്ലിൻ്റെ മേലെ വരികയാണെങ്കിൽ ആ എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കസ്റ്റം ഡ്യൂട്ടി നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടാക്സ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിൽ ഓഫ് എൻട്രി ഈ പർട്ടിക്കുലർ ബില്ലായിട്ട് അസോസിയേറ്റ് ആവും.
ഇനി നെക്സ്റ്റ് എഗെയിൻ നമുക്ക് വരുന്ന ഒരു മേജർ ഫീച്ചർ ബില്ലിൽ വരുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എഗെയിൻ നമ്മൾ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്തു, ഒരു ബില്ല് വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഐറ്റം വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ വെൻഡർ ചോദിച്ചു ട്രാൻസ്പോർട്ടേഷൻ വേണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, നമ്മൾ തന്നെ അത് ചെയ്തോളാം എന്ന്. പക്ഷേ ഡ്യൂ ടു സം റീസൺ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. എഗെയിൻ നമ്മൾ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ ബില്ലിൽ ആഡ് ചെയ്തിട്ടില്ല. സോ ഈ എമൗണ്ട് നമുക്ക് എഗെയിൻ നമ്മൾ പേയബിൾ ആണ് ആ പർട്ടിക്കുലർ വെൻഡറിന്. ആ കേസിൽ നമുക്ക് ഒരു ക്രെഡിറ്റ് നോട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ വെൻഡറിന് നമ്മൾ കൊടുക്കാനുള്ള പേയബിൾ ഇൻക്രീസ് ആവും. സോ ഇവിടെ നമുക്ക് ഐറ്റം അസോസിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഏത് അക്കൗണ്ടിലാണ് ആ പർട്ടിക്കുലർ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യേണ്ടത് ആ അക്കൗണ്ടും പിന്നെ ഇൻ കേസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും ടാക്സും റേറ്റും മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ക്രെഡിറ്റ് നോട്ട്സിന് മാത്രമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂവിൽ നമുക്ക് ആ ക്രെഡിറ്റ് നോട്ട് കാണാൻ സാധിക്കും. വൺസ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് ആ പർട്ടിക്കുലർ വെൻഡറിന് ആ പർട്ടിക്കുലർ ക്രെഡിറ്റ് നോട്ടിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ പർട്ടിക്കുലർ ഐറ്റം പർച്ചേസ് ചെയ്തു ഒരു വെൻഡറിൻ്റെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അതിലുള്ള 10 ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലത്തെ 8 ഐറ്റംസും ഡാമേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ കേസിൽ നമുക്ക് ആ പർട്ടിക്കുലർ 8 ഐറ്റംസ് നമുക്ക് റിട്ടേൺ ചെയ്യണം. അതിനു വേണ്ടി സോഹോ ബുക്സിലുള്ള ഓപ്ഷനാണ് വെൻഡർ ക്രെഡിറ്റ്സ്. അപ്പോൾ വെൻഡർ ക്രെഡിറ്റ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വെൻഡർ ക്രെഡിറ്റ്സിൻ്റെ ഏതൊക്കെ ഐറ്റംസ് ആണ് റിട്ടേൺ ചെയ്യണമെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെൻഡർ ക്രെഡിറ്റ്സ് ക്രിയേറ്റ് ആയിട്ട് കാണാം. ഇത് നമുക്ക് ഒന്നെങ്കിൽ ബിൽസായിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിൽസിലോ ഇത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ റീഫണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി എഗെയിൻ ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ മന്തും ഒരു പർട്ടിക്കുലർ ഐറ്റം സെയിം വാല്യൂവിൽ നമ്മൾ മേടിക്കുകയാണ്, അതും സെയിം ഇൻ്റർവെല്ലിൽ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എല്ലാ മാസവും ഈ ബില്ല് ക്രിയേറ്റ് ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പകരം ഇത് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഒരു റെക്കറിങ് ബില്ല് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റെക്കറിങ് ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് സെയിം ആണ്. നമുക്ക് വെൻഡറിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്നത് എപ്പോഴാണ് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മന്ത്ലി ബേസിസിലാണ് ഈ ബില്ല് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മന്ത് കൊടുക്കാം, വീക്ക്ലി ബേസിസ് ആണെങ്കിൽ വീക്ക് കൊടുക്കാം. പിന്നെ എന്ന് തൊട്ടാണ് ഈ ബില്ല് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ബിൽ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ കൊടുക്കാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ മാത്രമാണ് ബില്ല് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതെങ്കിൽ നമുക്ക് എപ്പോഴാണ് എൻഡ് ചെയ്യണമെന്നുള്ള ഡേറ്റും കൊടുക്കാം. അല്ല നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം, ഇതിനൊരു പർട്ടിക്കുലർ എൻഡ് ഡേറ്റ്സ് ഇല്ല, എക്സ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് നെവർ എക്സ്പയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. സോ വൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ റെക്കറിങ് ബിൽ ആക്റ്റീവ് സ്റ്റേറ്റസിലായിരിക്കും. അത് ഇപ്പോൾ ഇത് വീക്ക്ലി കൊടുത്തുകൊണ്ട് എല്ലാ വീക്കും ഓരോരോ ബില്ല് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് നമുക്ക് ഇൻ കേസ് ഈ പർട്ടിക്കുലർ റെക്കറിങ് ബിൽ ഒരു പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് നിർത്തേണ്ടി വരും. ആ കേസിൽ നമുക്കിവിടെ ഡയറക്റ്റ്ലി ഇവിടെ സ്റ്റോപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സ്റ്റോപ്പ് ആവും, പിന്നെ ആ ബില്ല് ക്രിയേറ്റ് ആവില്ല. സോ ഇതാണ് നമുക്ക് മേജറായിട്ട് ബിൽസിൽ വരുന്നത്. വൺസ് നമ്മൾ ബില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ആ ബില്ലിൻ്റെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. സോ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ബില്ലിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ റെക്കോർഡ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് മെയ്ഡ് എത്ര എമൗണ്ട് ആണെന്നുള്ളത് കൊടുക്കാം. പിന്നെ ഏതാണ് പേയ്മെൻറ്റ്, എന്നാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റ് നമുക്ക് കൊടുക്കാം. പേയ്മെൻറ്റ് നമ്പർ നമുക്ക് കൊടുക്കാം. ഏത് അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണത് ആ അക്കൗണ്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ട് ഈ പേയ്മെൻറ്റ് വൺസ് നമ്മൾ സേവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റസ് പെയ്ഡ് ആയിട്ട് മാറും. ഇൻ കേസ് ഇതിപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ബില്ലിനും എഗെയിൻസ്റ്റ് മാത്രമായിട്ടാണ് ഈ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് ബൾക്കായിട്ട് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം, ഒരു പർട്ടിക്കുലർ വെൻഡറിൻ്റെ എല്ലാ ബിൽസിൻ്റെ പേയ്മെൻറ്റും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റ്സ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ അവൈലബിൾ ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് വെൻഡറിൻ്റെ പേയ്മെൻ്റ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് ആ വെൻഡറിനെ സെലക്ട് ചെയ്യാം. എത്ര എമൗണ്ട് ആണ് നമുക്ക് കൊടുക്കേണ്ടത് ആ എമൗണ്ട് കൊടുക്കാം. അതിനുശേഷം പെയ്ഡ് ത്രൂ അക്കൗണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പർട്ടിക്കുലർ വെൻഡറിൻ്റെ എല്ലാ അൺപെയ്ഡ് ആയിട്ടുള്ള ബിൽസും ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണാം. സോ ഇവിടെ നമുക്ക് ഈച്ച് ബില്ലിൻ്റെ അഗെയിൻസ്റ്റ് എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടതെന്ന് ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് പെയിൻ ഫുള്ള് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് കൊടുക്കണമെന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ട് അത്രയും എമൗണ്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്.
സോ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് റെക്കോർഡാവും. പേയ്മെൻറ്റ് റെക്കോർഡ് ആയി കഴിഞ്ഞാൽ എഗെയിൻ ആ ബില്ലിൻ്റെ അഗെയിൻസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റസിലേക്ക് അത് കൺവേർട്ട് ആവും. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഐറ്റംസ് മേടിക്കണതിന് മുമ്പ് തന്നെ നമ്മളൊരു അഡ്വാൻസ് എമൗണ്ട് ചില ബിസിനസ്സിൽ നമ്മൾ വെൻഡേഴ്സിന് കൊടുക്കേണ്ടി വരും. ആ അഡ്വാൻസ് എമൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെൻഡർ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ വെൻഡർ അഡ്വാൻസ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അഗെയിൻ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഫിൽ ചെയ്യാം. എന്താണ് പേയ്മെൻറ്റ് മെയ്ഡ്, എത്ര എമൗണ്ട് ആണ്, പേയ്മെൻറ്റ് ഡേറ്റ് എന്താണ്, പെയ്ഡ് ത്രൂ അക്കൗണ്ട് എന്താണ്, അതൊക്കെ നമുക്ക് കൊടുക്കാം. സോ ഈ പർട്ടിക്കുലർ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലായിരിക്കും ട്രാക്ക് ആവാം. വൺസ് നമ്മൾ ഈ പർട്ടിക്കുലർ വെൻഡർ അഡ്വാൻസ് ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡയറക്റ്റ്ലി എല്ലാ അഡ്വാൻസ് പേയ്മെൻറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ വൺസ് ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഇത് എഗെയിൻ ബിൽസിൽ അപ്ലൈ ചെയ്യാം. സെയിം വെൻഡർ ക്രെഡിറ്റ്സിലുള്ള പോലെ തന്നെ ഒന്നെങ്കിൽ ബിൽസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റീഫണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റീഫണ്ട് അല്ലെങ്കിൽ ബിൽസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ആ പർട്ടിക്കുലർ എമൗണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസിൽ നിന്ന് അക്കൗണ്ട്സ് പേബിളായിട്ട് അഡ്ജസ്റ്റ് ആവും, പ്രീപെയ്ഡ് എക്സ്പെൻസ് 0 ആവും. അങ്ങനെയാണ് സോഹോ ബുക്സിലെ വെൻഡർ അഡ്വാൻസിൻ്റെ ട്രാക്കിംഗ് നടക്കുന്നത്. ഇനി സോഹോ ബുക്സിൽ എഗെയിൻ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് മേജറായിട്ട് വരുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമുക്കത് 1 by 1 പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ കേസിൽ നമുക്ക് സോഹോ ബുക്സിന് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻസ് അവൈലബിൾ ആണ്. സോ നമുക്കിനി ഡയറക്റ്റ് ബാങ്ക് ഇൻറ്റഗ്രേഷൻസ് വെൻഡർ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബാങ്ക് ഇൻറ്റഗ്രേഷൻസ് എന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഹോ ബുക്സ് ആയിട്ടുള്ള പാർട്ട്ണർ ബാങ്ക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് അവൈലബിൾ ആണ്, HSBC ബാങ്ക് അവൈലബിൾ ആണ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് അവൈലബിൾ ആണ്, യെസ് ബാങ്ക്, SBI ബാങ്ക് ആൻഡ് ICICI ബാങ്ക്. ഇതിൽ നമുക്ക് വെൻഡർ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് അവൈലബിൾ അല്ല. അത് ജസ്റ്റ് ലൈവ് ഫീഡ്സിന് വേണ്ടി മാത്രമാണ് അവൈലബിൾ. ബാക്കി എല്ലാ ബാങ്ക്സും നമുക്ക് ഡയറക്റ്റായിട്ട് ബില്ലിൻ്റെ പേയ്മെൻറ്റ് സോഹോ ബുക്സ് ത്രൂ തന്നെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബില്ലിൻ്റെ അഗെയിൻസ്റ്റ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബില്ലാണ്. ഈ ബില്ലിൽ നമുക്ക് പേ വയ HSBC എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് തന്നെ, ഇപ്പോൾ നമ്മൾ ICICI ബാങ്ക് ആയിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പേ വയ ICICI എന്നുള്ളൊരു ഓപ്ഷൻ വരും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് സോഹോ ബുക്സിൽ നിന്ന് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് റെക്കോർഡ് വെൻഡറിന് കൊടുക്കാൻ സാധിക്കും. അതല്ലാതെ ഡയറക്റ്റ് ബാങ്ക് ഇൻറ്റഗ്രേഷനിൽ അല്ലാതെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ്. അപ്പോൾ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബാങ്ക്സ് HSBC ബാങ്കും സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കാണ്. ഇനി ഇൻ കേസ് നമുക്ക് ബൾക്ക് പേയ്മെൻറ്റ് ഓരോ വെൻഡറിൻ്റെയും എല്ലാ പേയ്മെൻറ്റ്സും ബൾക്കായിട്ട് കൊടുക്കാനാണെങ്കിൽ അതിന് നമുക്ക് HSBCയും യെസ് ബാങ്കും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് GST പേയ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് GST ഫയലിങ്ങിൻ്റെ സമയത്ത് GST പേയ്മെൻറ്റ്സ് പേ ചെയ്യേണ്ടി വരും. ആ പേയ്മെൻറ്റ്സ് നമുക്ക് അഗെയിൻ സോഹോ ബുക്സ് ത്രൂ റെക്കോർഡ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബാങ്ക്സ് HSBC ബാങ്കും ICICI ബാങ്ക്സുമാണ്. സോ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ബാങ്ക് ഇൻറ്റഗ്രേഷനിൽ വരുന്ന മേജർ ഫീച്ചർ. അപ്പോൾ അതോടുകൂടി നമ്മുടെ പർച്ചേസിലത്തെ മെയിൻ ഫ്ലോ നമ്മളിവിടെ തീർത്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് മാനേജ്മെൻ്റ് ആണ്. സോ എഗെയിൻ നമ്മൾക്ക് സോഹോ ബുക്സിലെ ഒരു എക്സ്പെൻസസ്, ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് മേജറായിട്ട് എഗെയിൻ നമ്മൾ സോഹോ ബുക്സിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള പർച്ചേസ് മൊഡ്യൂളിൽ തന്നെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ആദ്യം തന്നെ നമുക്ക് എക്സ്പെൻസിൽ എന്തൊക്കെ പ്രിഫറൻസസ് ആണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്കിവിടെ പ്രിഫറൻസസിൽ പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് ഒരു എംപ്ലോയി ആയിട്ട് അസോസിയേറ്റ് ചെയ്യണ എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് എംപ്ലോയിനെ അസോസിയേറ്റ് ചെയ്യേണ്ടി വരും. ആ കേസിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ അസോസിയേറ്റ് എംപ്ലോയീസ് ടു എക്സ്പെൻസ് നമ്മൾ എനേബിൾ ചെയ്യണം. അതല്ലാതെ നമുക്ക് മേജറായിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈലേജും ഡീറ്റെയിൽസൊക്കെ ഏതൊക്കെയാണ് അക്കൗണ്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ അസോസിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഡിഫോൾട്ടായിട്ട് യൂണിറ്റ് കൊടുക്കുന്നത് കിലോമീറ്റർ ആണോ മൈലാണോ എന്ന് ഇവിടെ കൊടുക്കാം. പിന്നെ അഗെയിൻ നമുക്കറിയാം പെട്രോൾ ചാർജസ് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് മൈലേജ് റേറ്റ്സ് ഇവിടെ കൊടുക്കാം. നമുക്ക് ഡേറ്റിനനുസരിച്ചിട്ടും നമുക്കിവിടെ മൈലേജ് റേറ്റ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നമുക്കിപ്പോൾ ഏത് വെഹിക്കിളൊക്കെയാണ് അസോസിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യാനും അത് അസോസിയേറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഇതാണ് നമുക്ക് എക്സ്പെൻസിൻ്റെ പ്രിഫറൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇവിടെയും നമുക്ക് ഒന്നെങ്കിൽ
എക്സ്പെൻസിനെ ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നമുക്ക് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ ഓപ്ഷൻസ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഡേറ്റ് നമ്മൾ കൊടുക്കണം. എംപ്ലോയി അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എംപ്ലോയി അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. അതല്ലാതെ നമുക്ക് എക്സ്പെൻസ് അക്കൗണ്ടാണ് നമുക്ക് മേജറായിട്ട് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം. അപ്പോൾ ഒരു എക്സ്പെൻസിൽ തന്നെ മൾട്ടിപ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റേഷനറി മേടിച്ചു ഒരു ഓഫീസിന്, അതിന് നമുക്ക് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതെല്ലാം നമ്മൾ ഇപ്പോൾ ഓഫീസിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെൻസ് കൊടുക്കുന്നുണ്ടാവും, അപ്പോൾ ആ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് ഓരോരോ എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ സമയം പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഐറ്റമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഐറ്റമൈസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഇവിടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൊണേഷൻ ആണെങ്കിൽ ഇവിടെ ഡൊണേഷന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണെന്നുള്ളത് കൊടുക്കാം. പിന്നെ ന്യൂ റോ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ലേബറിന് വേണ്ടിയിട്ടാണെങ്കിൽ ലേബറിന് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ള എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാ എമൗണ്ടും നമുക്കിവിടെ ഡയറക്റ്റ്ലി ഇവിടുന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. ഇനി അഗെയിൻ നമുക്ക് പേഡ് ത്രൂ അക്കൗണ്ട്, ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ എക്സ്പെൻസ് കൊടുക്കുന്നത്, ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ ടാക്സബിൾ ആണെങ്കിൽ ടാക്സബിൾ കൊടുക്കാം, റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും കൊടുക്കാം. അതല്ല നമുക്ക് മേജറായിട്ട് വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സർട്ടൈൻ എക്സ്പെൻസസ് നമ്മൾ ചെയ്യും. അപ്പോൾ ആ എക്സ്പെൻസ് നമുക്ക് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കേസിൽ നമുക്ക് ഇപ്പോൾ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമറിനെ അസോസിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് അത് ബില്ലബിൾ ആണെങ്കിൽ, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ച് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ബില്ലബിൾ എക്സ്പെൻസ് എന്ന് ഇവിടെ എനേബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊജക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, ഇൻവോയ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് എക്സ്പെൻസിൽ തന്നെ നെക്സ്റ്റ് ആയിട്ട് ഓപ്ഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസിന് വേണ്ടിയിട്ട് റെക്കോർഡ് മൈലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് നമ്മൾ സെറ്റിങ്സിൽ പ്രിഫറൻസസ് കൊടുത്തു. ആ പ്രിഫറൻസസിൻ്റെ ബേസിസിൽ നമുക്ക് ഇവിടെ കിലോമീറ്റർ വെച്ചിട്ട് എത്ര എമൗണ്ട് ആവുമെന്ന് ഓട്ടോമാറ്റിക്കലി ഇവിടെ കാൽക്കുലേറ്റ് ആവും. സോ അങ്ങനെ നമുക്കപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോ കാൽക്കുലേറ്റ് ആയിട്ട് ഇവിടെ വരും. പിന്നെ എഗെയിൻ പേഡ് ത്രൂ അക്കൗണ്ടും ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് എക്സ്പെൻസിൽ തന്നെ ഇപ്പോൾ റെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്. ഇപ്പോൾ റെൻറ്റ് നമ്മൾ ഒരു എല്ലാ മന്തും നമ്മുടെ റെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓണേഴ്സിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ അത് എല്ലാ മാസവും ഇരുന്ന് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കറിങ് എക്സ്പെൻസ് ആ കേസിൽ ക്രിയേറ്റ് ചെയ്യാം. റെക്കറിങ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ നമ്മുടെ ഡീറ്റെയിൽസ് എപ്പോഴൊക്കെയാണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടത്, സെയിം റെക്കറിങ് ബിൽസ് പോലെ ഡീറ്റെയിൽസ് നമുക്കവിടെ ഫിൽ ചെയ്യാം. ആൻഡ് അത് നമുക്ക് എഗെയിൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, വൺസ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. സോ അതാണ് നമ്മുടെ എക്സ്പെൻസ് മൊഡ്യൂളിൽ നമ്മൾ മേജറായിട്ട് ആവശ്യമുള്ള ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ഈ പർച്ചേസ് മൊഡ്യൂൾസും ട്രാൻസാക്ഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ആവും സോഹോ ബുക്സിൽ. അപ്പോൾ സോഹോ ബുക്സിൽ ഈ പർച്ചേസ് മൊഡ്യൂളിന് വേണ്ടിയിട്ട് വരുന്ന റിപ്പോർട്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ടാബിൽ പോവുകയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പല റിപ്പോർട്ട്സും പർച്ചേസ് മൊഡ്യൂളിന് വേണ്ടിയിട്ട് പല റിപ്പോർട്ട്സും അവൈലബിൾ ആണ്. മെയിൻ ആയിട്ടുള്ളത് എഗെയിൻ ഫസ്റ്റ് തന്നെ വെൻഡർ ബാലൻസ് സമ്മറിയാണ്. അപ്പോൾ വെൻഡർ ബാലൻസ് സമ്മറി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെൻഡറിൻ്റെ എത്ര എത്ര എമൗണ്ട് ബില്ലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലോസിങ് ബാലൻസ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് വെൻഡർ ബാലൻസ് സമ്മറിയിൽ കാണാൻ പറ്റും. ഇനി അതല്ല ബിൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്ക് എല്ലാ ബിൽസും സോഹോ ബുക്സിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ബിൽസും നമുക്കവിടെ കാണാൻ സാധിക്കും ഡേറ്റ് റേഞ്ചിനനുസരിച്ചിട്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് AP ഏജിങ് സമ്മറിയാണ്. അപ്പോൾ AP ഏജിങ് സമ്മറി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് എത്ര ദിവസമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ള ബിൽ ഡ്യൂ ഡേറ്റിന് വെച്ചിട്ട് എത്ര ദിവസമായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ഇൻ്റർവെൽസും വെച്ചിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്ക് പർച്ചേസ് ഓർഡർ, ഇവിടെ നമ്മൾ പർച്ചേസസ് ആൻഡ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പേയ്മെൻറ്റ്സ് റിസീവ്ഡിനും റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്, പേയബിൾസിനും റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ മേജർ ലേറ്റസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ബിൽ പേ ആഡ് ഓൺ ആണ്.
സോ ബിൽ പേ ആഡ് ഓൺ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ആഡ് ഓൺ ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഓൾറെഡി സോഹോ ബുക്സിൽ നമ്മൾ യൂസേഴ്സിന് ആഡ് ഓൺ ആയിട്ട് പർച്ചേസ് ചെയ്യണോ, ലൊക്കേഷൻസ് ആഡ് ഓൺ ആയിട്ട് പർച്ചേസ് ചെയ്യണോ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ആഡ് ഓൺ ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ഫീച്ചറാണ് ബിൽ പേ ആഡ് ഓൺ. ഇത് നമുക്ക് ഏത് പെയ്ഡ് പ്ലാനിൽ വേണമെങ്കിലും ആഡ് ഓൺ ആയിട്ട് മേടിക്കാൻ പറ്റും. അത് ഇതിൻ്റെ കൂടെ നമുക്ക് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ബാച്ച് പേയ്മെൻറ്റ്സ് ആണ്. സോ ബാച്ച് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെൻഡറിന് വേണ്ടിയിട്ട് ബൾക്കായിട്ട് നമുക്ക് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പല വെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ്സ് നമ്മൾ ഒറ്റയടിക്ക് എങ്ങനെ സോഹോ ബുക്സിൽ റെക്കോർഡ് ചെയ്യാം അറ്റ് എ ടൈം, ആ ഒരു റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ബാച്ച് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. സോ ബാച്ച് പേയ്മെൻറ്റ്സിൽ നമ്മൾ മേജറായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്യുക, ആ ബാച്ചിൽ എങ്ങനെയാണ് നമ്മുടെ അൺപെയ്ഡ് ബിൽസ് അസോസിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് സോഹോ ബുക്സിൽ ബിൽ പേ ആഡ് ഓൺ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഹോ ബുക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള മൊഡ്യൂൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ബാച്ച് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂളുണ്ട്. അത് നമ്മൾ സെറ്റിങ്സിൽ എഗെയിൻ പ്രിഫറൻസിൽ ജനറലിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ബാച്ച് പേയ്മെൻറ്റ്സ് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ പർച്ചേസ് മൊഡ്യൂളിൽ നമുക്ക് ബാച്ച് പേയ്മെൻറ്റ്സ് കാണാൻ സാധിക്കുള്ളൂ. സോ ബാച്ച് പേയ്മെൻറ്റ്സ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ബാച്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാച്ച് നെയിം കൊടുക്കാം, ഒരു നെയിം കൊടുക്കാം. പെയ്ഡ് ത്രൂ അക്കൗണ്ട് നമ്മുടെ ഏതൊക്കെയാണ് നമ്മൾ ബാങ്ക് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ അത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ നമുക്ക് സോഹോ ബുക്സിൽ അൺപെയ്ഡ് ആയിട്ടുള്ള എല്ലാ ബിൽസും ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണിക്കും. സോ ഇവിടെ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് ബിൽസിന് എഗെയിൻസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 2 പേയ്മെൻറ്റ്സ് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഒരു എല്ലാ വെൻഡേഴ്സിൻ്റെയും ബിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിലിപ്പോൾ നമ്മൾ 2 ബിൽസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗണേഷ് ഇവരുടെയും പിന്നെ ഏതെങ്കിലും വേറൊരു ബില്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ല് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ വെൻഡേഴ്സിൻ്റെ ബില്ലാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ആ ബില്ലും ആ വെൻഡറും ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ഏത് ബാങ്ക് ആണ് ഈ പർട്ടിക്കുലർ വെൻഡറിന് പല ബാങ്ക്സും ഉണ്ടായിരിക്കും. അതിൽ ഏത് ബാങ്കിലേക്കാണ് നമുക്ക് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബാങ്കും നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ബാച്ചായിട്ട് ക്രിയേറ്റ് ആവും. സോ ബാച്ചായിട്ട് ക്രിയേറ്റ് ആകുമ്പോൾ അത് ഡ്രാഫ്റ്റിലായിരിക്കും കിടക്കുക. കാരണം നമ്മൾ അപ്രൂവൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രാഫ്റ്റിലായിരിക്കും ആ പർട്ടിക്കുലർ ബാച്ച് കിടക്കുക. അത് ഡ്രാഫ്റ്റിൽ നിന്ന് നമ്മൾ എഗെയിൻ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അപ്രൂവർ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് അപ്രൂവ്ഡ് സ്റ്റേറ്റസിൽ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏതൊക്കെ ആ പർട്ടിക്കുലർ വെൻഡറിൻ്റെ ഏതൊക്കെ എമൗണ്ട് ആണെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. വൺസ് അത് അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ്പോർട്ടഡ് ഫയല് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിവിടെ എഗെയിൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് മാർക്ക് ആസ് പ്രോസസ്ഡ് ചെയ്യാം. സോ മാർക്ക് ആസ് പ്രോസസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്, സക്സസും ഉണ്ട് ഫെയിലിയറും ഉണ്ട്. സോ നമ്മൾ മാർക്ക് ആസ് പ്രോസസ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് എന്ന് കൊടുക്കാം, അല്ലാതെ പേയ്മെൻറ്റ് ആയില്ലെങ്കിൽ നമുക്കത് ഫെയിൽഡ് എന്നും കൊടുക്കാം. സോ വൺസ് ഇത് റെക്കോർഡായി കഴിഞ്ഞാൽ അത് പ്രോസസ്ഡ് എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രോസസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പർട്ടിക്കുലർ ബില്ലിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ബാച്ചിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത സക്സസ് ആയിട്ടുള്ള ബില്ല് നമ്മളിവിടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഓൾറെഡി ഇവിടെ കാണും. ആൻഡ് ആ ബില്ല് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബില്ല് പെയ്ഡ് ആയിട്ടും മാറും. സോ ഇതാണ് നമുക്ക് മേജറായിട്ട് ബിൽ പേ ആഡ് ഓണിൽ മേജറായിട്ടുള്ള ഫീച്ചർ വരുന്ന ബാച്ച് പേയ്മെൻറ്റ്സിൽ വരുന്ന ഫീച്ചർ. സോ ബേസിക്കലി ഇതിൽ വരുന്നത് നമുക്ക് മൾട്ടിപ്പിൾ വെൻഡേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ് ബാച്ചായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ബാച്ചിന് ഒറ്റയടിക്ക് നമുക്ക് പേയ്മെൻറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ബാങ്ക് ത്രൂ പേയ്മെൻറ്റ് കൊടുക്കാം. അത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇവിടെ സോഹോ ബുക്സിൽ പ്രോസസ്സ് ചെയ്തിട്ട് സക്സസ് എന്ന് കൊടുക്കാം. ആൻഡ് ഓട്ടോമാറ്റിക്കലി ആ ബില്ലിൻ്റെ അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് റെക്കോർഡ് ആവുകയും ചെയ്യും, ആ ബില്ലിൻ്റെ സ്റ്റേറ്റസ് പെയ്ഡ് ആവുകയും ചെയ്യും. സോ അതാണ് ബാച്ച് പേയ്മെൻറ്റ്സിൽ വരുന്ന മേജർ ഫീച്ചർ.
ഇതല്ലാതെ ഈ ബിൽ പേ ആഡ് ഓണിൽ നമുക്ക് മൾട്ടിപ്പിൾ അതർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാം ഓരോന്നായിട്ട് തന്നെ നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാം ഇതിൽ നെക്സ്റ്റ് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് വെൻഡർ ഓൺബോർഡിംഗ് ആണ്. സോ എഗെയിൻ നമ്മൾ സോഹോ ബുക്സിൽ ഈ ബിൽ പേ ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ വെൻഡർ പോർട്ടലിൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ എനേബിൾ ചെയ്യേണ്ടത് അലൗ വെൻഡേഴ്സ് ടു അപ്ഡേറ്റ് ദെയർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻ ദി പോർട്ടൽ, കളക്ട് വെൻഡേഴ്സ് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് വെൻ ദേ സൈൻ അപ്പ് ഫോർ പോർട്ടൽ. ഇതൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാം. ഈ ഫീച്ചേഴ്സൊക്കെ വൺസ് എനേബിൾ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെൻഡർ മൊഡ്യൂളിൽ പോയിട്ട് ന്യൂവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് വെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. സോ ഈ ഇൻവൈറ്റ് വെൻഡർ കൊടുത്തിട്ട് നമ്മൾ ആ വെൻഡറിൻ്റെ ഡിസ്പ്ലേ നെയിമും ഇമെയിൽ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ വെൻഡറിന് ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് പോവും, സെയിം ലൈക്ക് വെൻഡർ പോർട്ടൽ. സോ ആ ഇൻവിറ്റേഷൻ ലിങ്ക് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി, ഇതുവരെ നമ്മളാണ് വെൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ വെൻഡർ പേജിൽ പോയിട്ട് കൊടുത്തിരുന്നത്, ഇനി വെൻഡേഴ്സിന് തന്നെ ഡയറക്റ്റ്ലി അവരുടെ ഡീറ്റെയിൽസ് ഫില്ലിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വെൻഡർ പോർട്ടലിൽ ലിങ്ക് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ മെയിൻലി അവർക്ക് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും, നെക്സ്റ്റ് അവർക്ക് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും, ടാക്സ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അതല്ലാതെ ഇനി വല്ല എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അവർ തന്നെ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. വൺസ് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഹോ ബുക്സിൽ അത് കാണാൻ സാധിക്കും. സോ നമ്മളിത് ആദ്യം തന്നെ നമ്മൾ ഈ പർട്ടിക്കുലർ വെൻഡറിനെ ഈ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് അവർ ആ ഡീറ്റെയിൽസൊക്കെ സോഹോ ബുക്സിലെ വെൻഡർ പോർട്ടലിൽ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ വരും. ഇപ്പോൾ 2 വെൻഡേഴ്സാണ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2 വെൻഡേഴ്സ് ആർ യെറ്റ് ടു ബി ഓൺ ബോർഡഡ്. അതായത് ആ 2 വെൻഡേഴ്സ് അവരുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഹോ ബുക്സിൽ. ഓൾസോ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വെൻഡേഴ്സ് സോഹോ ബുക്സിൽ കസ്റ്റം വ്യൂവിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻവൈറ്റഡ് സ്റ്റേറ്റസിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. സോ വൺസ് അവർ നമ്മൾക്ക് ആ പർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സോഹോ ബുക്സിൽ വെൻഡറിൻ്റെ പോർട്ടലിൽ അപ്രൂവൽ പെൻഡിങ് എന്നുള്ള സ്റ്റേറ്റസിൽ ആ പർട്ടിക്കുലർ വെൻഡർ കാണാൻ സാധിക്കും. അവിടെ നമുക്കുള്ള ഓപ്ഷൻസ് ആണ് അപ്രൂവ് ആൻഡ് പ്രൊസീഡ്, റിജക്റ്റ് ഓർ മോർ. അപ്പോൾ നമ്മൾ അപ്രൂവ് ആൻഡ് പ്രൊസീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ എഡിറ്റ് ആൻഡ് അപ്രൂവ്, അതായത് ഓൾറെഡി ആ വെൻഡർ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ എക്സ്ട്രാ എന്തെങ്കിലും ഒരു സ്മോൾ ഇൻഫർമേഷൻ നമ്മുടെ സൈഡിൽ നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് റിക്വസ്റ്റ് ഫോർ മോർ ഡീറ്റെയിൽസ്, അതായത് നമ്മളുടെ വെൻഡേഴ്സ് ഫിൽ ചെയ്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഒരു മേജർ ഡീറ്റെയിൽ അവർ കറക്റ്റായിട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ അവരത് ഫില്ല് ചെയ്തില്ല. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ ആ ബാങ്ക് ഡീറ്റെയിൽസ് അവർ പ്രോപ്പറായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവർ തന്നെ ആ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ട് തിരിച്ച് അയക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ഫോർ മോർ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ നമുക്കൊരു പോപ്പപ്പ് വരും, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അത് അതിൽ മെൻഷൻ ചെയ്തിട്ട് അവർക്ക് അത് റിവേർട്ട് ചെയ്യണം. അവരത് ചെക്ക് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും നമുക്കത് അയക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി അപ്രൂവ് ചെയ്യാം. ഇനി അതല്ല അവർ കൊടുത്തേക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്കത് കൺവീനിയൻ്റ് അല്ല, അല്ലെങ്കിൽ അതിലത്തെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അല്ല, അത് മൊത്തത്തിൽ അവർ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഫിൽ ചെയ്ത് അയക്കണമെങ്കിൽ നമുക്കിത് റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും ആ പർട്ടിക്കുലർ വെൻഡറിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമുക്ക് മേജറായിട്ട് വരുന്ന ഡീറ്റെയിൽസ് അപ്രൂവ് ചെയ്യണ സമയത്ത്. ഇനി വെൻഡർ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ വെൻഡർ ഓൺബോർഡിങ് കഴിഞ്ഞിട്ട് വെൻഡർ അപ്രൂവലിൽ വരുന്ന വേറെ മേജറായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് സോഹോ ബുക്സിലെ ഒരു ന്യൂ ഫീച്ചറാണ് വരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ യൂഷ്വലി നമുക്ക് വെൻഡേഴ്സിൻ്റെ നമ്മൾ നേരത്തെ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ വെൻഡേഴ്സിന് മെയിനായിട്ട് ജനറലിലുള്ള പ്രിഫറൻസസ് ആണുള്ളത്. ഇപ്പോൾ നമുക്ക് 1 മോർ ടാബ് ഇവിടെ കാണാൻ സാധിക്കും, വെൻഡർ അപ്രൂവൽസ്. അപ്പോൾ ഈ നമ്മൾ ട്രാൻസാക്ഷൻസിന് അപ്രൂവൽസ് ഉള്ള പോലെ തന്നെ നമുക്ക് വെൻഡറിനും അപ്രൂവൽസ് ഉള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുക്കാൻ സാധിക്കും. സോ ഒന്നെങ്കിൽ നമുക്ക് അപ്രൂവൽ വേണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നോ അപ്രൂവൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ അപ്രൂവൽ, ഒരു പർട്ടിക്കുലർ അപ്രൂവർ ആയിരിക്കും എല്ലാ വെൻഡേഴ്സിനെയും അപ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ അപ്രൂവൽ കൊടുക്കാം. അല്ല നമുക്കിപ്പോൾ ഒരു ഒരു സെറ്റ് ഓഫ് അപ്രൂവേഴ്സ് ഉണ്ട്, അപ്പോൾ 1 by 1 എല്ലാ അപ്രൂവേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് ആ വെൻഡർ ഡീറ്റെയിൽസിന് അപ്രൂവൽ മേടിക്കണമെങ്കിൽ മൾട്ടി ലെവൽ അപ്രൂവൽ കൊടുക്കാം. പിന്നെ മേജറായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് കസ്റ്റം അപ്രൂവൽ. സോ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഒരു ക്രൈറ്റീരിയ ബേസിസിലായിരിക്കും വെൻഡർ അപ്രൂവൽ കൊടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ന്യൂ കസ്റ്റം അപ്രൂവൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്രൂവൽ നെയിമും ഡീറ്റെയിൽസും കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫീൽഡ്, ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡ് ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ GST ട്രീറ്റ്മെൻറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ GST ട്രീറ്റ്മെൻറ്റ് നമുക്ക് രജിസ്റ്റേർഡും ഉണ്ട് അൺരജിസ്റ്റേർഡും ഉണ്ട്. അൺരജിസ്റ്റേർഡ് വെൻഡേഴ്സ് മേ ബി വൺ ടൈം വെൻഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ വെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അപ്രൂവൽസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് ഇഫ് ദ GST ട്രീറ്റ്മെൻറ്റ് ഇസ് ഇൻ അൺരജിസ്റ്റേർഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ അപ്രൂവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു വെൻഡറിനെ ക്രിയേറ്റ് ചെയ്തു, ആ വെൻഡറിൻ്റെ GST ട്രീറ്റ്മെൻറ്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അപ്രൂവ് ആവും. ഇനിയല്ല അത് രജിസ്റ്റേർഡ് ആണെങ്കിൽ, ഇൻ കേസ് ആ പർട്ടിക്കുലർ വെൻഡർ രജിസ്റ്റേർഡ് ആണ്, അപ്പോൾ നമുക്ക് കോൺഫിഗർ അപ്രൂവൽ ഫ്ലോ എടുക്കാം. എന്നിട്ട് അപ്രൂവറിനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതല്ല നമ്മളിപ്പോൾ ഇവിടെ അപ്രൂവലിന് വേണ്ടി നമ്മൾ വെൻഡറിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു, ആ കൊടുത്ത ഡീറ്റെയിൽസ് നമ്മളുടെ ഡീറ്റെയിൽസ് ആയിട്ട് സിങ്ക് ആവണില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു, ആ കസ്റ്റം ഫീൽഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് അത് അവർ ആ ഫീൽഡിലത്തെ വാല്യൂ ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിപ്പോൾ ഇസ് എംപ്റ്റി ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓട്ടോ റിജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അത് ഡയറക്റ്റ്ലി റിജക്റ്റ് ആവും. ബിക്കോസ് ആ ഡീറ്റെയിൽ നമുക്ക് മേജറായിട്ട് വേണ്ട ഒരു ഡീറ്റെയിൽ ആണ്, അത് ഫിൽ ആയിട്ടില്ലെങ്കിൽ ഓട്ടോ റിജക്റ്റ് കൊടുക്കാം. സോ ഇതാണ് വെൻഡർ അപ്രൂവലിൽ വരുന്ന മേജറായിട്ടുള്ള ഫീച്ചേഴ്സ്. വൺസ് നമ്മളിത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എഗെയിൻ നമ്മൾ ഒരു വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സബ്മിറ്റ് ഫോർ അപ്രൂവൽ വരും. അല്ല ഇത് അപ്രൂവർ തന്നെയാണെങ്കിൽ ഡയറക്റ്റ്ലി സേവ് ആൻഡ് അപ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. സോ ഓൺ ദി ബേസ് ഓഫ് ദാറ്റ് അത് അപ്രൂവേഴ്സ് അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോ അപ്രൂവ് ആവോ അല്ലെങ്കിൽ റിജക്റ്റ് ആവോ ചെയ്തിട്ട് നമുക്കത് ഈസിയർ ആക്കും. വെൻഡേഴ്സിൻ്റെ കൺഫർമേഷനും ഡീറ്റെയിൽസും ഒക്കെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെൻഡർ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബിൽ പേ ആഡ് ഓണിൽ വരുന്ന ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ വെൻഡർ പോർട്ടൽ നമ്മൾ നേരത്തെ കണ്ടു. ഇതാണ് ഒരു വെൻഡർ പോർട്ടൽ. അപ്പോൾ വെൻഡർ പോർട്ടലിൽ നമ്മൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കസ്റ്റമർ അത് ആക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ആയിട്ടുള്ള പർച്ചേസ് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇൻവോയ്സസ് അപ്ലോഡ്, വെൻഡറിന് തന്നെ അവരുടെ ഇൻവോയ്സസ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ സ്കാൻ എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഈ ഓട്ടോ സ്കാൻ ഫീച്ചർ നമുക്ക് ഓൾറെഡി ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു സോഹോ ബുക്സിൽ. പക്ഷേ ഈ ബിൽ പേ ആഡ് ഓൺ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 100 ഓട്ടോ സ്കാൻ പെർ മന്ത് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്മൾ ബിൽ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ മേജർ ടാസ്ക് ഇവിടെ ഒഴിവായി കിട്ടും. നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഡയറക്റ്റ്ലി വെൻഡേഴ്സിന് തന്നെ അവരുടെ ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്യാം. നമ്മൾ ആ അപ്ലോഡഡ് ഇൻവോയ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്താൽ മാത്രം നമുക്ക് മതി. നെക്സ്റ്റ് സോഹോ ബുക്സിൽ വരുന്ന ബിൽ പേ ആഡ് ഓണിൻ്റെ മേജർ ഫീച്ചറാണ് ബിൽ റിക്കൺസിലിയേഷൻ. സോ ബിൽ റിക്കൺസിലിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ പേർച്ചേസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അധികം കാശ് കൊടുക്കുന്നത് തടയാൻ വേണ്ടിയാണ്. സോ അതിനു വേണ്ടി ഇത് ബിൽസിലുള്ള ഐറ്റംസിൻ്റെ വാല്യൂസ്, അതായത് ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയോ പ്രൈസോ ഇതൊക്കെ പർച്ചേസ് ഓർഡർ അല്ലെങ്കിൽ പർച്ചേസ് റിസീവിലുള്ള വാല്യൂസ് ആയിട്ട് കമ്പയർ ചെയ്യും. അത് മാച്ച് ചെയ്യണ്ടോ എന്ന് വെരിഫൈ ചെയ്യും. ഇൻ കേസ് അത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബില്ലിന് ഒരു വാർണിംഗ് സൈൻ അവിടെ കാണിക്കും. അതുകൊണ്ട് തന്നെ ഇത് ബിൽസിൻ്റെ വെരിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. സോ ഈ ബിൽ റിക്കൺസിലിയേഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ സോഹോ ബുക്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ബിൽസിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ജനറലിൽ പോകുമ്പോൾ തന്നെ ബിൽ റിക്കൺസിലിയേഷൻ്റെ ഓപ്ഷൻ വരും. ഇതിപ്പോൾ ഡിസേബിൾഡ് ആണ്, ഇത് എനേബിൾ ആക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 2 വേ മാച്ചിങ് ഉണ്ട്, 3 വേ മാച്ചിങ് ഉണ്ട്. ഇപ്പോൾ 2 വേ മാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബില്ലിലുള്ള സാധനങ്ങൾ പർച്ചേസ് ഓർഡറിലുള്ള സാധനങ്ങളുമായി കമ്പയർ ചെയ്യും. ബിൽസിലുള്ള സാധനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വില തമ്മിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബില്ലിന് ഒരു വാർണിംഗ് സൈൻ വരും. ഇനി 3 വേ മാച്ചിങ് എന്താണെന്ന് വെച്ചാൽ സെയിം പ്രൊസീജിയർ തന്നെ, പക്ഷേ ഈ കേസിൽ ബിൽസിലുള്ള വാല്യൂസ്, ബിൽസിലുള്ള ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും പർച്ചേസ് ഓർഡറായിട്ടും മാച്ച് ചെയ്യും, പർച്ചേസ് റിസീവായിട്ടും മാച്ച് ചെയ്യും. ഇത് രണ്ടും കമ്പയർ ചെയ്ത് ഇത് 3ഉം മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വാർണിംഗ് സൈൻ ഒന്നും വരില്ല. പക്ഷേ ഇത് ഏതെങ്കിലും ഒരെണ്ണം മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വാർണിംഗ് സൈൻ വരും. അപ്പോൾ വൺസ് നമ്മൾ ഈ ബിൽ റിക്കൺസിലിയേഷൻ എനേബിൾ ചെയ്തിട്ട് നമ്മളൊരു ബില്ല് ക്രിയേറ്റ് ചെയ്തു. ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പർച്ചേസ് ഓർഡറിലത്തെ ഐറ്റംസ് ആയിട്ട് അത് മാച്ച് ചെയ്യണില്ലെങ്കിൽ നമുക്ക്
ക്രിയേറ്റ് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ ഓപ്ഷൻ വരും റിവ്യൂ അൺമാച്ച്ഡ് ഐറ്റംസ്. ദാറ്റ് മീൻസ് ആ പർട്ടിക്കുലർ ഒരു ഐറ്റം അല്ലെങ്കിൽ 2 ഐറ്റം പർച്ചേസ് ഓർഡറിൽ ഇല്ല. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് മാച്ച് ചെയ്യുന്നില്ല, നമുക്കത് വീണ്ടും റിവ്യൂ ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ മാത്രം ഈ വാർണിംഗ് സിഗ്നൽ ഇവിടെ മാത്രമല്ല കൊടുക്കുന്നത്, നമുക്കിവിടെ നമ്മുടെ പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോഴും ആ പർട്ടിക്കുലർ ബില്ലിൻ്റെ പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോഴും നമുക്കിവിടെ ഓപ്ഷൻ വരും ദിസ് ബിൽ ഹാസ് അൺമാച്ച്ഡ് ഐറ്റംസ് പറഞ്ഞിട്ടുള്ള ഒരു വാർണിംഗ് സൈൻ വരും. സോ ഇത് കാണുമ്പോൾ എഗെയിൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് മാച്ച് ചെയ്യുന്നില്ല, ഇത് ചെക്ക് ചെയ്തിട്ട് ഇൻ കേസ് മാച്ച് അല്ലെങ്കിൽ അത് റീചെക്ക് ചെയ്തിട്ട് അത് അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ചെയ്യാൻ. നെക്സ്റ്റ് നമുക്ക് എഗെയിൻ ഇപ്പോൾ നമുക്ക് ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഐറ്റം മാച്ച് ആവണില്ല, മേ ബി അത് നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജസ് ആയിരിക്കും. ചില കേസസിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജസ് ഐറ്റമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ആ കേസിൽ നമ്മുടെ പർച്ചേസ് ഓർഡറിൽ ആ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഈ പർട്ടിക്കുലർ ഐറ്റം നമുക്ക് ഡയറക്റ്റ്ലി മാർക്ക് ആസ് നോൺ PO ഐറ്റം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഈ പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഷിപ്പിംഗ് ചാർജസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം നോൺ PO ഐറ്റം ആയിട്ട് അത് കൺവേർട്ട് ആവും. എന്നിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ഈ വാർണിംഗ് സിഗ്നൽ നമ്മൾ പിന്നെ ബില്ലിലും കാണില്ല, ബില്ല് ക്രിയേഷൻ പേജിലും കാണില്ല, പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോഴും ആ വാർണിംഗ് സിഗ്നൽ കാണില്ല. സോ നമുക്ക് മാർക്ക് PO ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ ആ വാർണിംഗ് സൈൻ ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് പർച്ചേസ് ഓർഡർ അഡ്വാൻസ് ആണ്. സോ പർച്ചേസ് ഓർഡർ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ബിൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അഡ്വാൻസ് വെൻഡറിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കേസസിൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ നേറ്റീവ് ഫീച്ചേഴ്സിൽ അങ്ങനെ ഒരു അഡ്വാൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഈ ബിൽ പേ ആഡ് ഓൺ പർച്ചേസ് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോയിട്ട് പർച്ചേസ് ഓർഡറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷനാണ് അലൗ യൂസേഴ്സ് ടു റെക്കോർഡ് അഡ്വാൻസസ് ഫോർ പർച്ചേസ് ഓർഡർ. ഇത് എനേബിൾ ചെയ്ത് സേവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെക്കോർഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ പർച്ചേസ് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് അഡ്വാൻസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇൻ കേസ് ഈ പർട്ടിക്കുലർ പർച്ചേസ് ഓർഡറിന് നമ്മൾ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അഡ്വാൻസസ് ആ ബില്ലിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് കഴിയും. നമ്മൾ ഈ പർച്ചേസ് ഓർഡറായിട്ട് അസോസിയേറ്റ് ചെയ്ത ബിൽസിൽ മാത്രമായിരിക്കും നമുക്ക് ആ അഡ്വാൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലാത്ത സാധാരണ ബാക്കിയുള്ള ബിൽസിൽ നമുക്ക് ആ പർട്ടിക്കുലർ അഡ്വാൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അത് എഗെയിൻ ഒരു മേജർ ഫീച്ചർ ഡെവലപ്മെൻ്റ് ആണ്, ബിൽ പേ ആഡ് ഓണിൽ കിട്ടണ ഒരു മേജർ ഫീച്ചറാണ്. സോ അതോടുകൂടെ നമ്മുടെ ബിൽ പേ ആഡ് ഓൺ ഫീച്ചർ നമ്മൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു മേജർ ഇൻറ്റഗ്രേഷൻ ആണ് ഭാരത് കണക്ട് സൊല്യൂഷൻസ്. സോ ഭാരത് കണക്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫീച്ചർ ആഡ് ഓൺ അല്ല, പക്ഷേ അതൊരു ഇൻറ്റഗ്രേഷൻ ആണ്, സോഹോ ബുക്സിൽ ആയിട്ടുള്ള ഒരു മേജർ ഇൻറ്റഗ്രേഷൻ ആണ്. സോ ഭാരത് കണക്ട് എന്താണ്? ഭാരത് കണക്ട് എന്ന് പറയുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് വെച്ച് ബിസിനസ്സിൻ്റെ ബിൽ പേയ്മെൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് സെക്യൂർ ആൻഡ് എഫിഷ്യൻ്റായി മാനേജ് ചെയ്യാൻ കഴിയും. സോഹോ ബുക്സ് ആൻഡ് ഭാരത് കണക്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ബയേഴ്സിനെയും സപ്ലയേഴ്സിനെയും ഈസിയായി കണക്റ്റ് ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ERP സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന ബയേഴ്സ് ആൻഡ് സപ്ലയേഴ്സിൻ്റെ ARഉം APയും റിയൽ ടൈമിൽ അത് സ്മൂത്തായി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ഇതിൽ വരുന്ന നമ്മുടെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വെൻഡേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ട്രാൻസാക്ഷൻസ് നമുക്ക് റിയൽ ടൈമിൽ സോഹോ ബുക്സിൽ ഓട്ടോ സിങ്ക് ചെയ്യാൻ കഴിയും. ഭാരത് കണക്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ബാങ്കിങ് അല്ലെങ്കിൽ UPI കാർഡ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈസിയായി പേയ്മെൻറ്റ്സ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. പേയ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി സോഹോ ബുക്സിൽ റീകൺസൈൽ ആവും. അതുകൊണ്ട് തന്നെ റെക്കോർഡ് അല്ലെങ്കിൽ മാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈമും പിന്നെ അത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മിസ്റ്റേക്സും നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ വെൻഡേഴ്സിന് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ വേണ്ടി ഭാരത് കണക്ട് വഴി ഫൈനാൻഷ്യൽ ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അതും സാധിക്കും. സോ ഇതാണ് ഭാരത് കണക്ട് വഴി നമുക്ക് വരുന്ന മേജർ ആയിട്ടുള്ള നമ്മുടെ അഡ്വാൻറ്റേജസും.
സോ വൺസ് നിങ്ങളിപ്പോൾ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ഭാരത് കണക്ട് ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഓർഗനൈസേഷൻ ഐ ഡി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് എനേബിൾ ചെയ്ത് തരും നിങ്ങളുടെ ഓർഗനൈസേഷനിൽ. ഇത് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ പോയി ഇൻറ്റഗ്രേഷൻ പേജിൽ പോകുമ്പോൾ ഇവിടെ സെറ്റപ്പ് നൗ ഭാരത് കണക്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ സെറ്റപ്പ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. സെറ്റപ്പ് നൗ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മെയിനായിട്ട് നമുക്ക് ഇൻറ്റഗ്രേഷൻ പ്രൊസീജിയറാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് GSTIN വെരിഫിക്കേഷൻ ഉണ്ട്, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ഉണ്ട്. GSTIN നമ്പർ കൊടുത്തിട്ട് അതിൽ അസോസിയേറ്റ് ചെയ്യുന്ന നമ്പറിൽ നമുക്ക് OTP വരും. നെക്സ്റ്റ് നമ്മൾ ആ OTP വെരിഫൈ ചെയ്യണം. പിന്നെ നമുക്ക് ഏതാണ് നമ്മുടെ മൊബൈൽ നമ്പർ അത് നമ്മൾ വെരിഫൈ ചെയ്യണം. OTP വരും, അത് വെരിഫൈ ചെയ്തിട്ട് OTP കൊടുക്കാം. തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് B2B ID ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഭാരത് പേ കണക്ട് പോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ പേ. ആ ഗൂഗിൾ പേയിലും നമുക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനും റിസീവ് ചെയ്യാനാണ് നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. ആ കേസിൽ നമുക്ക് എല്ലാ ഗൂഗിൾ പേ യൂസേഴ്സിനും ഒരു യുണീക്കായിട്ട് ഒരു UPI ID ഉണ്ടാവും. അതുപോലെ തന്നെ ഭാരത് പേ കണക്ട് യൂസ് ചെയ്യുന്ന എല്ലാ B2B കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സിനെ അവരുടെ ഒരു B2B ID, ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡായിട്ട് B2B ID ഉണ്ടാവും. അത് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്തേക്കുന്ന B2B IDs യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു B2B ID ക്രിയേറ്റ് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ GST നമ്പർ ഇവിടെ ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഭാരത് പേ നമ്മുടെ സോഹോ ബുക്സ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ സോഹോ ബുക്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെൻഡേഴ്സിനും കസ്റ്റമേഴ്സിനും ഒക്കെ നമുക്ക് B2B ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ B2B ID കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതും നമ്മുടെ ഒരു മേജർ ഫീച്ചർ. ആ പർട്ടിക്കുലർ വെൻഡർ അല്ലെങ്കിൽ കസ്റ്റമർ രജിസ്റ്റേർഡ് ആണ് ഭാരത് പേ കണക്ട് സൊല്യൂഷൻ യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ IDs ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ വെൻഡേഴ്സിനും കസ്റ്റമേഴ്സിനും സോഹോ ബുക്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ എല്ലാവരുടെയും B2B ID 1 by 1 കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനീഷ്യേറ്റ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് അവർ നമുക്ക് എല്ലാ B2B IDs നമുക്ക് തരും. അത് വെച്ചിട്ട് നമുക്കിവിടെ ലിങ്ക് കോൺടാക്ട് B2B ID കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വെൻഡേഴ്സിൻ്റെ GSTIN നമ്പർ വെച്ചിട്ട് അവരുടെ B2B ID സോഹോ ബുക്സിൽ അവരുടെ എഗെയിൻസ്റ്റ് സിങ്ക് ആവും. സോ ഇതോടെ നമുക്ക് ഒരു മേജർ ടാസ്ക്കാണ് ഇവിടെ ഒഴിവാക്കുന്നത്. നമുക്ക് 1 by 1 കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് സിങ്ക് ആയിട്ട് വരും. ഇനിയല്ല നിങ്ങൾക്ക് ന്യൂ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് B2B ID കൊടുക്കണമെങ്കിൽ ഇവിടെ സെർച്ച് കോൺടാക്ട്സ് ഇൻ ഭാരത് കണക്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് B2B ID ഫെച്ച് ചെയ്യാൻ കഴിയും. ഫെച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കിവിടെ B2B IDs ഓഫ് ദി കോൺടാക്റ്റ് ഫെച്ച് ആയി എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ എല്ലാ ഫീച്ചേഴ്സിലുള്ള പോലെ തന്നെ നമുക്ക് എല്ലാ യൂസേഴ്സിനും ഈ പർട്ടിക്കുലർ ഭാരത് കണക്ട് സൊല്യൂഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് യൂസർ ആക്സസ് ഇവിടെ കൊടുക്കാം. ഏതൊക്കെ യൂസേഴ്സിനാണ് ഈ പർട്ടിക്കുലർ ഭാരത് കണക്ട് സൊല്യൂഷൻ ആക്സസ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഭാരത് കണക്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെൻഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും സേവ് ആൻഡ് സെൻഡ് വയ ഭാരത് കണക്ട്. സോ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പർച്ചേസ് ഓർഡറിൻ്റെ സ്റ്റേറ്റസ് ഇവിടെ പുഷ് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും. അത് ഡ്രാഫ്റ്റ് സ്റ്റേറ്റസിലായിരിക്കും നമ്മുടെ സോഹോ ബുക്സിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ആ പർട്ടിക്കുലർ പർച്ചേസ് ഓർഡർ നിങ്ങളുടെ വെൻഡേഴ്സിന് കിട്ടും. ആ വെൻഡേഴ്സിന് അത് സെയിൽസ് ഓർഡർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് സെയിൽസ് ഓർഡർ ആയിട്ട് കാണുമ്പോൾ ആ പർട്ടിക്കുലർ സെയിൽസ് ഓർഡർ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആക്സെപ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അവർക്ക് എഗെയിൻ ഇവിടെ സ്റ്റേറ്റസ് സെയിൽസ് ഓർഡർ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ അവർക്ക് ഡയറക്റ്റ് അത് കൺവേർട്ട് ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അവർ കൺവേർട്ട് ടു ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ പർച്ചേസ് ഓർഡറിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലിൻ ആവും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ അവർക്ക് സേവ് ആൻഡ് സെൻഡ് വയ ഭാരത് കണക്ട് കൊടുക്കാം. അപ്പോൾ അവർ ആ പർട്ടിക്കുലർ സെയിൽസ് ഓർഡർ ഇൻവോയ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഹോ ബുക്സിൽ നമുക്ക് ഇവിടെ ബിൽസ് മൊഡ്യൂളിൽ ഇവിടെ ഒരു ടാബ് കാണാം, ബിൽസ് ഫ്രം ഭാരത് കണക്ട് എന്ന് പറഞ്ഞിട്ട്. ആ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഭാരത് കണക്ട് സൊല്യൂഷൻ വഴി സെൻഡ് ചെയ്ത എല്ലാ സെയിൽസ് ഓർഡേഴ്സും
അല്ലെങ്കിൽ എല്ലാ ബിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് അല്ലെങ്കിൽ റിജക്റ്റിൻ്റെ. ക്രിയേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ നമുക്കത് റിവ്യൂ ചെയ്യാൻ കഴിയും. ഡീറ്റെയിൽസ് ഒക്കെ റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം മാച്ച് ആവണില്ല, അവർ കൊടുത്ത ഐറ്റം നമ്മളുടെ സോഹോ ബുക്സിലുള്ള ഐറ്റമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം, ആ ന്യൂ ഐറ്റം ആയിട്ട് തന്നെ നമുക്ക് ആ പർട്ടിക്കുലർ ഐറ്റത്തിനെ സോഹോ ബുക്സിൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാച്ച് ടു എക്സിസ്റ്റിംഗ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ പോസിബിൾ മാച്ചസിൽ ഏകദേശം മാച്ച് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കാണിക്കും. എന്നിട്ട് ഏത് ഐറ്റം ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഐറ്റം ആയിട്ട് അത് മാച്ച് ആവും. എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഗെയിൻ ഇതിൻ്റെ സ്റ്റേറ്റസ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് വരും. ഇത് എഗെയിൻ നമ്മൾ കൺവേർട്ട് ടു ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ബിൽ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടും വരും. ഇനി ഈ പർട്ടിക്കുലർ ബില്ല് നമ്മൾ അപ്പോൾ സോഹോ ബുക്സിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഇതിൻ്റെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണ സമയത്ത് നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് പെയ്ഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പേയ്മെൻറ്റിൻ്റെ ആ റിസീപ്റ്റിൻ്റെ അവിടെ തന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും, പുഷ് ടു ഭാരത് കണക്ട്. സോ എഗെയിൻ ഇത് നമുക്ക് നമ്മുടെ വെൻഡേഴ്സിന് പുഷ് ചെയ്യാം. ഈ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള റെസിപ്റ്റ് വെൻഡേഴ്സിന് പുഷ് ചെയ്യാം. അത് പുഷ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റസ് പേയ്മെൻറ്റ് പുഷ്ഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഇൻ കേസ് നമ്മുടെ വെൻഡേഴ്സ് നമുക്ക് തന്ന ബിൽസ് നമുക്ക് റിജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ പർട്ടിക്കുലർ ബിൽസ് ഫ്രം ഭാരത് കണക്ട് എന്നുള്ള ടാബിൽ നിന്ന് തന്നെ നമുക്കത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ബില്ല് ഈ സോഹോ ബുക്സിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവും. സോ ഇതാണ് ഭാരത് കണക്ട് ഇൻറ്റഗ്രേഷനിൽ മേജറായിട്ട് വരുന്ന ഫ്ലോ. ഈ ഫ്ലോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 2 പേരും സോഹോ ബുക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ ഫ്ലോ പോവുക. അല്ലെങ്കിൽ വേറൊരു ERP സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ ഈ സെയിം ഫ്ലോയിൽ തന്നെ അവരുടെ ERP സിസ്റ്റത്തിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അവരുടെ ERP സിസ്റ്റത്തിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ എഗെയിൻ പ്രൊസീജിയേഴ്സ് ഈസി ആക്കുകയാണ്. നമുക്ക് എഗെയിൻ 1 by 1 സെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണത് അവരുടെ ERP സോഫ്റ്റ്വെയറിലും റിഫ്ലക്റ്റ് ആവും, നമ്മുടെ ERP സോഫ്റ്റ്വെയറിലും റിഫ്ലക്റ്റ് ആവും. സോ അതോടുകൂടെ നമ്മുടെ ഭാരത് കണക്ട് സൊല്യൂഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ് അക്കൗണ്ട്സ് പേയബിൾ എന്നാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പർച്ചേസ് മൊഡ്യൂളിൽ എങ്ങനെയാണ് നമ്മുടെ പർച്ചേസ് ഫ്ലോ നടക്കുന്നത്, എങ്ങനെയാണ് വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്, പർച്ചേസ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, പർച്ചേസ് ഓർഡർ എങ്ങനെ കൺവേർട്ട് ചെയ്തു പർച്ചേസ് റിസീവ് ആൻഡ് ബില്ലായിട്ട്, പിന്നെ അതിൽ നമുക്ക് വെൻഡർ പർച്ചേസ് ഓർഡേഴ്സിലത്തെ ഐറ്റംസ് എങ്ങനെ റിട്ടേൺ ആയിട്ട് നമുക്ക് എങ്ങനെ ഡാമേജ് ഗുഡ്സ് എങ്ങനെ റിട്ടേൺ ചെയ്യാം, നമ്മൾ വെൻഡർ ക്രെഡിറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ പേയ്മെൻറ്റ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതൊക്കെ നമ്മൾ പിന്നെ പേയ്മെൻറ്റ്സിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഇൻറ്റഗ്രേഷൻ എന്തൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ എക്സ്പെൻസസ് എങ്ങനെ സോഹോ ബുക്സിൽ മാനേജ് ചെയ്യാമെന്ന് നോക്കി. അതിനുശേഷം നമ്മുടെ മേജർ ലേറ്റസ്റ്റ് ഫീച്ചർ ആയിട്ടുള്ള ഭാരത് ബിൽ പേ ആഡ് ഓണിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിൽ പേ ആഡ് ഓൺ എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ ഫീച്ചറാണ്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ പെയ്ഡ് പ്ലാൻസിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ ഫീച്ചേഴ്സും. അത് കഴിഞ്ഞ് നമ്മൾ ഭാരത് കണക്ട് സൊല്യൂഷൻ ഇൻറ്റഗ്രേഷനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഫ്യൂച്ചറിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് സോഹോ ബുക്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ ആപ്പ് നോട്ടിഫിക്കേഷനായിട്ട് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് അഗെയിൻ നമ്മൾ സോഹോ ബുക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഹോം പേജിൽ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അഗെയിൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ നമുക്ക് ടോൾ ഫ്രീ അവൈലബിൾ ആണ്. അതിൽ മലയാളത്തിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് മെയിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടോക്ക് ടു ദി സപ്പോർട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല ഇമെയിൽ സെൻഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാം. സോ ഇന്നത്തെ അക്കൗണ്ട്സ് പേയബിൾ ഓട്ടോമേഷൻ വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അക്കൗണ്ട്സ് പേയബിളിലത്തെ എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് ഞങ്ങൾ കരുതുന്നു. ഇനി പറഞ്ഞ പോലെ ഞങ്ങളുടെ മേജർ ഫീച്ചേഴ്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത് ന്യൂ ഫീച്ചേഴ്സ് ആയത് തന്നെ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് റീച്ച് ഔട്ട് ചെയ്യാം. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക്സ്. സോ ഞാൻ ഈ സെഷൻ എൻഡ് ചെയ്യാണ്.